ഹലോ, ഞാൻ ഡോക്ടർ ഫവാസ് ഉസ്മാൻ അലിക്കൻ. ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാ പാരൻസും വിദ്യാർത്ഥികളും നോക്കുന്നതാണ് MBBS ഇൻ ഇന്ത്യ ആൻഡ് എബ്രോഡ്. ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇന്ത്യയാണോ വിദേശമാണോ ബെറ്റർ എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും വലിയൊരു ആൻസർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBBS സീറ്റ് നിങ്ങൾക്ക് നാട്ടിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മളെ കേരളത്തിലുള്ള ഏതെങ്കിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആണെന്ന് നമുക്ക് ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. പക്ഷേ ഇതിനകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് നമ്മൾ +2ൻ്റെ കൂടെ പഠിച്ച് ലഭിക്കുകയാണെങ്കിലോ അതല്ലെങ്കിൽ ഒരു വർഷം വരെ നിങ്ങൾ റിപ്പീറ്റിങ്ങിന് പോവുകയോ ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ ഇത് വളരെ ബെറ്റർ ഓപ്ഷനാണ്. അതല്ലാണ്ട് 1, 2, 3, 4, 5 വർഷം റിപ്പീറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ 80 ലക്ഷം രൂപ 90 ലക്ഷം രൂപ, അതായത് നമ്മളെ പേരൻസ് അവരുടെ ജീവിതകാലയളവിൽ 1, 2, 3, 4, 5 വർഷം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പേയ്മെന്റ് കൊടുത്തിട്ടോ വാങ്ങുന്നതിന് തീർത്തും അത് അനുയോജ്യമല്ല. അതുമാത്രമല്ല, ഈ നീറ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ മെഡിസിൻ റിലേറ്റഡ് ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു എക്സാമിനേഷനാണ്. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? സത്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ എഴുതുന്നതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ 3 സബ്ജക്ട്സ് ആണുള്ളത്. ഇതിനകത്ത് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിക്കൽ ബയോളജിയും ഫിസിക്കൽ കെമിസ്ട്രിയും കുറച്ച് ആവശ്യമുള്ളതാണെങ്കിൽ തന്നെ ഇത് നമ്മളെ +1, +2 പഠിക്കുന്നതിൻ്റെ വളരെ ബേസ് മാത്രമാണ് മെഡിസിൻ യൂസ് ചെയ്യുന്നത്. സോ ആ ക്വസ്റ്റ്യൻസ് ഈ കൊച്ചിന് അറിയാം, നീറ്റിൽ ഹയർ സ്കോർ ഉണ്ട് എന്ന് കരുതിയിട്ട് ആ കുട്ടി MBBS ശോഭിക്കണം എന്നുള്ളതിന് യാതൊരുവിധ അർത്ഥവുമില്ല. ഇനി രണ്ടാമത് ബയോളജിയിലോട്ട് വരികയാണെങ്കിൽ ഈ ബയോളജിയിൽ തന്നെ പകുതി പ്ലാന്റ്സ് ആണ്. സോ ബോട്ടണി പോയി കഴിഞ്ഞാൽ അതായത് ടോട്ടലിന്റെ 25% ആണ് സുവോളജി വരുന്നത്. ഈ സുവോളജിയിൽ തന്നെ എനിമൽസിന്റെയും നമ്മളുടെ ഡെന്റലിനും റിലേറ്റഡ് കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നീറ്റിൽ MBBS റിലേറ്റഡ് ആയിട്ട് 10% താഴെ മാത്രം ക്വസ്റ്റ്യൻസേ ഉള്ളൂ. സോ നീറ്റിൽ ഒരു സ്റ്റുഡൻറ്റിന് കഴിവില്ല എന്നുള്ളതോ നീറ്റിൽ പാസ്സാകാൻ പറ്റുന്നില്ല എന്നുള്ളതോ MBBS പഠിക്കാനുള്ള ഒരു മാനദണ്ഡമേ അല്ല. ഇനി വേറൊന്നുകൂടി, നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം, പക്ഷേ ഈ എക്സാമിനേഷൻ എഴുതുന്നത് അതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനാണ്. സോ ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ്. സോ നമ്മുടെ നോളജിനേക്കാളും കൂടുതൽ ആ ക്രാഫ്റ്റ് സ്കില്ലിൽ നമ്മൾ ഡെവലപ്ഡ് ആയാൽ മാത്രമുള്ളൂ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങളുടെ അതിബുദ്ധിമാനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയോ അതല്ലെങ്കിൽ വളരെ ശോഭിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് ശോഭിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കോ നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും അതിലൂടെ മാനസികമായി പിരിമുറുക്കം അനുഭവപ്പെടുന്നതും തീർത്തും ഈ ഒരു എക്സാമിനേഷന്റെ പ്രശ്നമാണ്, അതല്ലാണ്ട് നിങ്ങളുടെ വിദ്യാർത്ഥിയുടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമല്ല. ഞാനിപ്പോൾ കുറച്ചു മുന്നേ നിങ്ങളടുത്ത് പറഞ്ഞു നാട്ടിലെ ഗവൺമെന്റ് സീറ്റിന് വേണ്ടിയിട്ട് 1 വർഷം വരേക്കും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാന്നുള്ളത്. സോ ഇതിനകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് കേരളത്തിനകത്ത് 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം വിദ്യാർത്ഥികളാണ് ഓരോ വർഷം MBBS നീറ്റിന് വേണ്ടിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിനകത്തായിരിക്കട്ടെ അതിൻ്റെ 1% പോലും സീറ്റില്ല. അതായത് 1000 അല്ലെങ്കിൽ 900 അല്ലെങ്കിൽ 1500 മാത്രം ഗവൺമെന്റ് സീറ്റ്സ് ആണ് കേരളത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇതിനകത്ത് നിങ്ങൾ 1 ഇയർ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ തന്നെ 2 വർഷവും 3 വർഷവും 4 വർഷവുമായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ കേരളത്തിലുള്ള പല എൻട്രൻസ് കോച്ചിങ് സെന്ററിലും 1, 2 വർഷം ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ 20,000-നോ 30,000-നോ മേലെയാണ്. സോ അങ്ങനെ ഒരു ദശാംശത്തിൽ ഒരംശം മാത്രമാണ് നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത. അതായത് നേരത്തെ പറഞ്ഞ 1000 സീറ്റ്. ഈ 1000 സീറ്റിനകത്ത് എല്ലാവിധ റിസർവേഷൻസും ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ, പിന്നെ നോർത്ത് നിന്നുള്ള അതായത് ആർമി റിലേറ്റഡ് ആയിട്ടുള്ള റിസർവേഷൻ, അങ്ങനെ എല്ലാ തരത്തിലുള്ള റിസർവേഷൻസും ഉൾക്കൊള്ളുന്നതാണ് ഈ 1000 സീറ്റ്. സോ അതിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത വീണ്ടും 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 കുറവാണ്. പിന്നെ നമുക്ക് രണ്ടാമതുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ് സീറ്റ്സ്. അതായത് കംപ്ലീറ്റ്ലി NRI, കംപ്ലീറ്റ്ലി ഗവൺമെന്റ്, ഇതിന്റെ ഇൻബിറ്റ്വീൻ വരുന്ന ഒരു സീറ്റാണ് സെൽഫ് ഫിനാൻസിങ് സീറ്റ്. സത്യം പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഈ റിപ്പീറ്റിംഗ് സമ്പ്രദായം ഇത്രയും അധികരിച്ചത് ഈ ഒരൊറ്റ സീറ്റിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ മുൻപുള്ള കാലങ്ങളിൽ ഈ സീറ്റിന് 3.5 മുതൽ 4 ലക്ഷം രൂപ മാത്രമായിരുന്നു ഫീസ്. പക്ഷേ ഇപ്പോൾ അത് 8 ലക്ഷം രൂപയിലോട്ട് അധികരിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു നോർമലായ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 8 ലക്ഷം രൂപ 5 വർഷത്തോട്ട് ഒരു 40-45 ലക്ഷം രൂപയുടെ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം 1-2 വർഷം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ 40 ലക്ഷം രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ മുടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? അതായത് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു 100 സീറ്റിൽ 30% സീറ്റ്സ് ഗവൺമെന്റ് ഫ്രീ ആയി കൊടുക്കുന്നു. ബാക്കി ഒരു 20% നമ്മൾ NRI സീറ്റ്സ് അല്ലെങ്കിൽ 10% NRIയിലോട്ട് പോകുന്നു. ബാക്കി വരുന്ന 30-40% സീറ്റിന് വേണ്ടി മാത്രം
നമ്മൾ 1, 2, 3 വർഷം കളയുന്നതിനകത്ത് ഒരർത്ഥവും കാണുന്നില്ല. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, കേരളം മാത്രമല്ലേ പ്രശ്നമുള്ളത്, തമിഴ്നാട്, കർണാടക തുടങ്ങിയ കേരളത്തിലെ മറ്റു 28 സംസ്ഥാനങ്ങളിൽ അവസരമുണ്ട് എന്നുള്ളത്. അത് ഇതിലും രസകരമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ആ സംസ്ഥാനത്തുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ റിസർവേഷൻ ഉണ്ട്. പിന്നെ പോരാത്തതിന് കേരളത്തില് 1.5 ലക്ഷം പേരാണ് എക്സാം എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ആൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ 27 ലക്ഷം ആൾക്കാരാണ് എക്സാമിനേഷൻ എഴുതുന്നത്. സോ 27 ലക്ഷത്തിന് 1 ലക്ഷം സീറ്റ് മാത്രമാണ് ആൾ ഇന്ത്യ കോട്ടയിലുള്ളത്. സോ തീർത്തും ആൾ ഇന്ത്യ കോട്ടയിലും ഈ സീറ്റ് കിട്ടുക എന്നുള്ളത് കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും പ്രയാസകരമാണ്. പല പേരൻസും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയെങ്കിൽ എവിടെയെങ്കിലും കിട്ടുമോ, അതായത് ഇന്ത്യയിൽ ഏതെങ്കിലും മൂലയിൽ കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഇന്ത്യക്കകത്ത് ഓരോ മൂലയിലും MBBS കിട്ടാനുള്ളത് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടുന്നത് പോലെ തന്നെ വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അൺലസ് നമുക്ക് സെൽഫ് ഫിനാൻസിങ് സീറ്റിൽ കേരളത്തിൽ 40-50 ലക്ഷം രൂപ കൊടുക്കുകയോ, കേരളത്തിന് പുറത്ത് ഇത് കൂടുതലാണ്. പല പേരൻസും പറയും കർണാടകയിലൊക്കെ സെൽഫ് ഫിനാൻസിങ് സീറ്റുകൾക്ക് റേറ്റ് കുറവാണെന്ന്. അതൊക്കെ വളരെ പണ്ട്. ഈ നീറ്റ് ആക്കിയത് മുതൽ കേരളത്തിന് പുറത്ത്, ഇപ്പൊ തമിഴ്നാട് ആയിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ, അവിടെ 40 അല്ല 70 ലക്ഷം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. സോ നിങ്ങൾക്ക് എയ്തർ ഒരു ആൾ ഇന്ത്യ കോട്ടയിൽ നല്ലൊരു റാങ്ക് വന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ എടുക്കുക എന്നുള്ളത് ഈ അപ്രാപ്യമായ സംഗതി നമ്മൾ കവർ ചെയ്യുകയോ, അതല്ലെങ്കിൽ ഇപ്പറഞ്ഞ സംസ്ഥാനങ്ങളിൽ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ 70 ലക്ഷം രൂപയുടെ മേലെയോ നമുക്ക് കൊടുക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ മാത്രമാണ് കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നമുക്കൊരു MBBS സീറ്റ് മേടിക്കാൻ കഴിയുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മെഡിക്കൽ ആസ്പിറന്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻസ് മാത്രമാണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ +1 +2 കൂടെ ഫൗണ്ടേഷൻ കോഴ്സ് എടുത്തതിന് ശേഷം MBBSന് വേണ്ടിയിട്ട് നീറ്റ് എഴുതുകയും അതിനകത്ത് നല്ലൊരു പെർഫോമൻസ്, അതായത് ഒരു 400 മാർക്കിന്റെ എബോവ് ഉണ്ടെങ്കിൽ മാത്രം റിപ്പീറ്റിങ്ങിന് പോവുക. അതിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പറ്റീറ്റേഴ്സിന്റെ അടുത്ത് നമ്മൾ വെറുതെ എക്സാമിനേഷന് വേണ്ടി സമയം പാഴാക്കാണ്ട് വിദേശത്തോട്ട് MBBS നോക്കുക എന്നുള്ളതാണ്. ഈ വിദേശത്തോട്ട് പോകുമ്പോൾ തിരിച്ച് നാട്ടിൽ വന്നിട്ട് നമുക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു പ്രശ്നമാണ് നിങ്ങൾ നേരിടുന്നത് എന്നുണ്ടെങ്കിൽ, അതിനകത്ത് നിങ്ങൾ പോകുന്ന രാജ്യത്ത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണോ ചൂസ് ചെയ്യുന്നത്, ആ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്കകത്ത് ലാസ്റ്റ് ഇയറിൽ എത്ര മലയാളികൾ, അതായത് ഓൾ ഇന്ത്യയിലുള്ള നോർത്ത് ഇന്ത്യൻസിനും സൗത്ത് ഇന്ത്യൻസിനും എല്ലാം കമ്പാരിസൺ ചെയ്യാണ്ട് നിങ്ങൾ പോകുന്ന യൂണിവേഴ്സിറ്റിയിലെ, അതായത് പോകുന്ന രാജ്യത്തെ ആ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ ലാസ്റ്റ് 2-3 വർഷത്തിനുള്ളിൽ മലയാളികളുടെ വിന്നിംഗ് പെർസെൻറ്റേജ്, ഇപ്പോൾ എക്സാമ്പിൾ ഒരു 10 പേരോ 15 പേരോ മലയാളികൾ ഇപ്പോൾ ഫൈനൽ ഇയർ നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പഠിച്ച് പാസ്സായിട്ടുണ്ടാവുള്ളൂ, അവരുടെ വിന്നിംഗ് പെർസെൻറ്റേജ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് മാത്രം കമ്പാരിസൺ ചെയ്യുമ്പോൾ കഴിഞ്ഞ 3-4 വർഷങ്ങളായി വിദേശത്തുള്ള MBBSൽ 85% മേലെയാണ് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ FMG എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നത്. സോ അത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു റിപ്പോർട്ട്. ഇനി നമ്മൾ വിദേശത്തുള്ള MBBS ഏതൊക്കെ രാജ്യങ്ങളിലാണ്, എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ക്വാളിറ്റികൾ, തിരിച്ച് നാട്ടിൽ വന്നാലുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ആണ് നമ്മൾ ഇനി അടുത്ത ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. സോ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ, അർമേനിയ, മോൾഡോവ, ബൾഗേറിയ, സെർബിയ, ഈജിപ്ത്, തുർക്കി ഇന്നിത്യാദി രാജ്യങ്ങളാണ് ഇന്ന് വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ കൂടുതലും പോകുന്നത്. ഞാൻ ഈ മേൽ പറഞ്ഞ രാജ്യങ്ങളിലുള്ള പല മെഡിക്കൽ കോളേജുകളിലും സ്വന്തമായിട്ട് ഹോസ്പിറ്റൽസ് ഉള്ളവയും ആ ഹോസ്പിറ്റൽസിൽ വിദ്യാർത്ഥികൾക്ക് പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതും ഫസ്റ്റ് ഇയറിന്റെ സെക്കൻഡ് സെമസ്റ്റർ മുതൽ തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള പെർക്കഷൻസ്, ഓസ്കൾട്ടേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സെക്കൻഡ് ഇയർ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒട്ടനവധി യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ്. സോ നിങ്ങൾ വിദേശത്താണ് MBBS പഠിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന ആ യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ആ ഹോസ്പിറ്റൽസിൽ പേഷ്യൻസ് ഫ്ലോ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്, നിങ്ങളെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി നിങ്ങൾക്ക് പ്രാക്ടിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റലിൽ നൽകുന്നുണ്ടോ എന്നുള്ള കാര്യവും നിങ്ങൾ ഉറപ്പുവരുത്തണം. ഞാൻ കണ്ടിട്ടുള്ളതിൽ പല വിദേശ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലും അവരുടെ ക്ലാസ്സസ്, അതായത് ഫസ്റ്റ് ഇയറിലുള്ള ക്ലാസ്സസ് തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലോ അതല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഉള്ളിലെ ഹോസ്പിറ്റൽസിന്റെ ഉള്ളിലെ ക്ലാസ്സസിൽ തന്നെയാണ് നടക്കുന്നത്. സോ ഇതുകൊണ്ട് എന്താ അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പഠിക്കുന്ന സബ്ജക്റ്റിന്റെ പ്രാക്ടിക്കൽ അന്ന് തന്നെ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ക്ലിനിക്കൽ എക്സ്പോസർ ആയിട്ട്, അതായത് ക്ലിനിക്കൽ എക്സ്പോസർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ക്ലിനിക്കലിന് വേണ്ടിയിട്ടുള്ള സബ്ജക്ട്സ് തന്നെ ഇന്ന് വിദേശത്തുള്ള പല യൂണിവേഴ്സിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കടാവർ ഇൻ ഇന്ത്യ ഓർ അബ്രോഡ്. കടാവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡെഡ് ബോഡി നാട്ടിലും വിദേശത്തും വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ടോ, പ്രാക്ടിക്കലിനും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത കാര്യം.
അതായത് നമ്മൾ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വേറെ ഒരു മതപരമായിട്ടുള്ള റീസണോ അതല്ലെങ്കിൽ നിയമ നടപടികളോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാത്തത് കാരണം കുട്ടികൾക്ക് ഒരുപാട് ഡെഡ് ബോഡീസ് പഠിക്കാൻ വേണ്ടി അവൈലബിൾ ആവുകയും അതിലൂടെ നല്ലൊരു പ്രാക്ടിക്കൽ സ്കിൽസ് കിട്ടുന്നുണ്ട്. അത് തീർത്തും പോസിറ്റീവ്സ് ആണ്. എന്നാൽ വിദേശത്ത് നോക്കുകയാണെങ്കിൽ ചില യൂണിവേഴ്സിറ്റികളിൽ മാത്രമേ കടാവർ കൊടുക്കുന്നുള്ളൂ, അതായത് ഡെഡ് ബോഡി കൊടുക്കുന്നുള്ളൂ. അതുവഴി മാത്രം ചില വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്നുള്ളൂ എന്നുള്ളത് വാസ്തവമാണ്. എന്നിരുന്നാലും പല യൂണിവേഴ്സിറ്റികളും ഇത് കൊടുക്കാത്തതിൻ്റെ റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രാജ്യത്ത് മതപരമായിട്ടുള്ള റീസൺ കാരണവും ആ രാജ്യത്തിൻ്റെ നിയമപരമായിട്ടുള്ള കാരണം കൊണ്ടാണ് ഇത് കൊടുക്കാത്തത് എന്ന് കരുതി അവിടെ പഠിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ക്വാളിറ്റി കുറവാണെന്നോ അല്ലെങ്കിൽ അവർക്ക് നോളജ് കുറവാണോ എന്നുള്ളതിന് അത് ഒരിക്കലും അർത്ഥമില്ല. കാരണം നമ്മളെക്കാളും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ, നമ്മളെക്കാളും ഒത്തിരി ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ MBBS പഠിക്കുന്നത്. കടാവർ തന്നെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ പല വിദേശ രാജ്യങ്ങളിലും കടാവർ വെച്ച് പഠിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ജോർജിയയിലാണെങ്കിലും ഉസ്ബെക്കിസ്ഥാനിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും സർട്ടൻ യൂണിവേഴ്സിറ്റികൾ കടാവർ വെച്ചിട്ട് തന്നെ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇനി ഒരു നെക്സ്റ്റ്, അതായത് നാഷണൽ എലിജിബിലിറ്റി എക്സിറ്റ് എക്സാം. അതായത് മുൻകാലങ്ങളിൽ വിദേശത്തു നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ മാത്രം ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്ന എക്സാമിനേഷൻ എഴുതിയതിനു ശേഷം നാട്ടിൽ വർക്ക് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇനി നെക്സ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ഈ നെക്സ്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളും ഒരുപോലെ എഴുതണം. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും ബൾഗേറിയയിലോ അല്ലെങ്കിൽ റഷ്യയിലോ അല്ലെങ്കിൽ ജോർജിയയിലോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും ഒരേ ഡെസ്കിൽ ഇരുന്നിട്ട് ഈ ഒരു എക്സാം ഒരേപോലെ എഴുതി അതിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിനനുസരിച്ച് PG സീറ്റും അതല്ലെങ്കിൽ അതിൻ്റെ പാസിംഗ് പെർസെൻറ്റേജിനനുസരിച്ചിട്ട് അവർക്ക് ഡിഗ്രിയും കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇനി വരാൻ പോകുന്നത്. ഇത് 2018 ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നിന്നതാണ്. പക്ഷേ പല തടസ്സങ്ങൾ കാരണം അത് നീട്ടി പോകുന്നുണ്ട്. ഇനി വരുന്ന വർഷങ്ങളിൽ 1-2 വർഷത്തിനുള്ളിൽ അത് ഇംപ്ലിമെന്റ് ആവും എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാൻ പറ്റും. ആൾറെഡി ആയിട്ടുണ്ട് എന്നുള്ളതും നടക്കുന്നുണ്ട്. പക്ഷെ അതിനകത്തുള്ള ഒരു കൃത്യത ഇനിയും വരേണ്ടതുണ്ട്. ഈ നെക്സ്റ്റ് എക്സാം തീർത്തും 1-2 വർഷത്തിനുള്ളിൽ വരും. ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ 1 കോടി രൂപ കൊടുത്തിട്ടോ അതല്ലെങ്കിൽ 2-3 വർഷം കൊടുത്ത് ഗവൺമെന്റ് സീറ്റിൽ പഠിക്കുന്നതോ വിദേശത്ത് പോയിട്ട് പഠിക്കുന്നതോ തമ്മിൽ ഒരു വ്യത്യാസം വരുന്നില്ല. കാരണം എല്ലാ വിദ്യാർത്ഥികളും MBBSന് വേണ്ടിയിട്ട് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരേ ഡെസ്കിൽ ഇരുന്ന് ഈ എക്സാമിനേഷൻ എഴുതിയതിന് ശേഷം ഒരേ ഇന്റേൺഷിപ്പ് ചെയ്തതിന് ശേഷമാണ് നാട്ടിൽ വർക്ക് ചെയ്യുന്നത്. സോ ഇത് വരുന്നതോടുകൂടി വിദേശത്തെ MBBSഉം നാട്ടിലത്തെ MBBSഉം എല്ലാ തരത്തിലും ഈക്വൽ ആവുകയാണ്. അവിടെ എക്സ്പെൻസ് ഇൻ ഇന്ത്യ ആൻഡ് എബ്രോഡ്. ഈ എക്സ്പെൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു വിദ്യാർത്ഥിക്ക് വളരെ ഫ്രീ ആയി, അതായത് വളരെ സൗജന്യമായി ഗവൺമെൻറ് കോളേജിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ 1-2-3-4 വർഷം നമ്മൾ റിപ്പീറ്റ് ചെയ്തതിനു ശേഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ തീർത്തും സൗജന്യമായി തന്നെ MBBS പഠിച്ചിറങ്ങാൻ പറ്റുന്നതാണ്. എന്നാൽ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജുകളോ NRI കോളേജുകളോ പ്രിഫർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 40 മുതൽ 1 കോടി രൂപ വരേക്കും കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അതായത് 40 ലക്ഷം രൂപ മുതൽ 1 കോടി വരേക്കും കൊടുക്കേണ്ട അവസ്ഥ വരികയാണ്. എന്നാൽ വിദേശത്തോട്ട് പോകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 25 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരേക്കും വരുന്ന യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ്. സോ അതിനകത്ത് USMLE അക്രഡിറ്റഡ് FIMRന്റെ അംഗീകാരമുള്ളത് WQFME തുടങ്ങിയ വേൾഡ് അന്താരാഷ്ട്ര ഓർഗനൈസേഷന്റെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ MBBS കഴിഞ്ഞിട്ട് ഏത് രാജ്യത്തോട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന പറ്റുന്ന ഏതൊക്കെ അംഗീകാരങ്ങളുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന പക്ഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 25-40 ലക്ഷം രൂപയുടെ ഇടയിൽ ചെലവ് വരുന്ന യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. പോരാത്തതിന് 1-2-3 വർഷം റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കുക വഴി +2 കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഗ്രാജുവേഷനിലോട്ട് കടക്കാനും പറ്റും. അടുത്തത് സുരക്ഷിതത്വം റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് ഹോസ്റ്റൽ, ഫുഡ് ഫെസിലിറ്റീസ്, പിന്നെ റാങ്കിങ് മുതലായ കാര്യങ്ങൾ. അത് ഇന്ത്യയിലും വിദേശത്തും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ കേരളത്തിനകത്ത് ഹോസ്റ്റല്, ഫുഡ്, അക്കോമഡേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്ക് യാതൊരുവിധ ഡൗട്ടും ഇല്ല. വളരെ ബെറ്ററാണ്, വളരെ ബെസ്റ്റാണ്. അതിനകത്ത് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. റാങ്കിങ്ങിൻ്റെ പല വിഷയങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നിരാശാജനകമാണ്. എങ്കിൽ തന്നെ അതിന് എതിരെ ഗവൺമെൻറ് ഒത്തിരി നടപടി എടുത്ത വഴി ഇപ്പോൾ റാങ്കിങ് കാര്യങ്ങളെല്ലാം വളരെ കുറവാണ്. ഇനി എബ്രോഡിലോട്ട് പോവുകയാണെങ്കിൽ റാങ്കിങ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം വിദേശത്ത് ഒരു മെഡിക്കൽ കോളേജിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇതുവരേക്കും നമ്മുടെ യൂട്യൂബിലോ സോഷ്യൽ മീഡിയസിലോ അങ്ങനത്തെ ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ കാര്യത്തിലോട്ട് വരാം. ഈ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് പല വിദേശത്തുള്ള മെഡിക്കൽ കോളേജുകളും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവരുടേതായ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു താമസയോഗ്യമായിട്ടുള്ള അപ്പാർട്ട്മെന്റ്സ് നൽകുന്നുണ്ട്, അതല്ലെങ്കിൽ ഹോസ്റ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കേരള മെസ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കേരള മെസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് തൊഴിലാളികൾ അവിടെ പോയി പണിയെടുക്കുന്നത് വഴി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നാട്ടിലത്തെ പോലെ തന്നെ ഭക്ഷണം അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഹോസ്റ്റൽസ് ആണ് ഒരുവിധം എല്ലാ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസും
ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിലൂടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ കൾച്ചറും മറ്റു കാര്യങ്ങളും വിദേശത്തുള്ള ഒത്തിരി യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി MBBS പഠിച്ചു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ ഇന്ത്യയിലും വിദേശത്തും. ഇന്ത്യയിൽ MBBS പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കൊരു ഇന്റേൺഷിപ്പിലോട്ട് പോകാവുന്നതും അത് കഴിഞ്ഞ് നമുക്ക് GP ആയിട്ട് വർക്ക് ചെയ്യാം, അതായത് ജനറൽ പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് 40,000 രൂപ മുതൽ 60,000 രൂപ വരെ സാലറിയും ലഭിക്കുന്നുണ്ട്. പോരാത്തതിന് അന്ന് മുതൽ നമ്മൾ PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ഇന്ത്യയിൽ ഒരു PG സീറ്റ് എന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രാപ്യമാണ്. വീണ്ടും നീറ്റിന് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ 1-2 വർഷം നമ്മളെ ജോലിയുടെ കൂടെ തന്നെ അത് എഴുതുന്ന പക്ഷം നമുക്ക് PG സീറ്റ് ലഭിക്കാവുന്നതുമാണ്. ഇനി വിദേശത്തുള്ള MBBS കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് നാട്ടിൽ വന്നാലുള്ള FMG എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം 1 ഇയർ ഇന്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് എയ്തർ ഇന്ത്യയിൽ വർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ അവർക്ക് വിദേശത്തോട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ വിദേശത്തുള്ള പല യൂണിവേഴ്സിറ്റികളും ഇന്ന് US, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവരായിട്ടുള്ള ഒരു ടൈപ്പുള്ള ഇറാസ്മസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാവുന്നത് കൊണ്ട് തന്നെ MBBS കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പറഞ്ഞ രാജ്യങ്ങളിലോട്ട് PG ചെയ്യാനും അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾ പോകുന്ന യൂണിവേഴ്സിറ്റികൾ MBBS കഴിഞ്ഞതിന് ശേഷം ഇറാസ്മസ് പ്രോഗ്രാംസ് ഉള്ള യൂണിവേഴ്സിറ്റികളാണോ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഞാൻ ഈ MBBS കഴിഞ്ഞിട്ട് PG കഴിഞ്ഞിട്ടുള്ള സാധ്യതകളെ കുറിച്ച് പറഞ്ഞു. ഇതിനകത്ത് വേറൊരു വലിയ പ്രശ്നം കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MBBS പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ 1-2 വർഷത്തിൽ കൂടുതൽ ചിലവാക്കി 1 കോടി രൂപയുടെ അടുത്ത് പേയ്മെൻറ്റും കൊടുത്ത് നമ്മളൊരു ഗവൺമെൻറ് സീറ്റോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് സീറ്റോ വാങ്ങി നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് കരുതിയാലും അത് കഴിഞ്ഞ് PG ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടർക്ക് PG ഇല്ല എന്ന് പറയുന്നത് അവർക്ക് വളരെ മോശപ്പെട്ടൊരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം എല്ലാ രീതിയിലുള്ള പേഷ്യൻസിനും കിട്ടണമെങ്കിലും ഇന്ന് PG വളരെ നിർബന്ധമാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ മടി കാണിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, പല ഡോക്ടേഴ്സും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് PG എടുക്കാറുണ്ട്. സോ വിദേശത്ത് പഠിച്ച വിദ്യാർത്ഥിയും പിന്നീട് വിദേശ അവരുടെ രാജ്യത്ത് തന്നെ PG എടുത്ത് വരാറുണ്ട്. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾറെഡി 1-2-3 വർഷം കളയുകയും 19 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് MBBS കഴിഞ്ഞിട്ട് പിന്നെ PGക്ക് പോകണവരും തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും തുല്യരാകുകയാണ്. അതായത് നിങ്ങൾ ഇവിടുന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ മെഡിക്കൽ കോളേജിൽ പഠിച്ച ആൾ വിദേശത്ത് നിന്ന് PG എടുത്ത് വന്നു കഴിഞ്ഞാൽ അവനൊരു വിദേശ ഡോക്ടറായിട്ടാണ് പരിഗണിക്കുന്നത്. ഇവിടെ വിദേശത്ത് നിന്ന് MBBS പഠിച്ച് വിദേശത്ത് നിന്ന് PG എടുത്തു കഴിഞ്ഞാൽ അവർ ഈക്വൽ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലോ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനി ഈ ചാനൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.